നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പല നിർണായക വഴിത്തിരിവുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് പരിശോധിക്കാൻ പോവുകയാണ്. തുടർ നടപടികൾക്കുള്ള സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിക്കാൻ പോകുന്നതെന്നാണ് സുനിയുടെ വെളിപ്പെടുത്തൽ. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിയമോപദേശം നേടാനുമാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ഇതിനായി ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടൻ യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ കേസിനെ യാതൊരു തരത്തിലും ബാധിച്ചേക്കില്ലെന്നാണ് ചില നിയമോപദേശകർ വ്യക്തമാക്കുന്നത്. എന്തോ മലമറിച്ചെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടർ ചാനൽ പൾസർ സുനിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. എന്നാൽ ഇതെല്ലാം പക്കാ സ്ക്രിപ്റ്റഡ് ആണെന്നും മൊട്ട അരുൺകുമാറിന്റെ നാടകമാണെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ആരോപണങ്ങൾ ഉയരുന്നത്. ഇതൊക്കെ വെറും ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള റിപ്പോർട്ടർ ചാനലിന്റെ വൃത്തികെട്ട നീക്കങ്ങളാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. കാരണം കേസിലെ വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരത്തെ പറയുകയും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നതുമാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പുറത്തു വന്നു എന്നതല്ലാതെ തുടർ അന്വേഷണമോ പുനരന്വേഷണമോ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണ സമയത്ത് കൊട്ടേഷൻ തന്നവർ തന്നെ നിയന്ത്രിക്കുന്നതായുള്ള ചില വെളിപ്പെടുത്തലുകൾ മാത്രമാണ് പുതുതായിട്ടുള്ളത്. വിചാരണ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവസരം സുനിക്കുണ്ടായിരുന്നു. അപ്പോൾ പറയാതെ ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അതേസമയം തന്നെ മേൽക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി തുടരന്വേഷണം നടത്താനും അതിന്റെ ഭാഗമായി ഈ വെളിപ്പെടുത്തൽ ഉൾപ്പെടുത്താനുമുള്ള വിദൂര സാധ്യത മാത്രമാണുള്ളത്. നേരത്തെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കാനിരിക്കെയായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നത്. പീഡന ദൃശ്യങ്ങൾ ദിലീപ് കാണുന്നതടക്കം താൻ സാക്ഷിയായി എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾ. ഇതോടെയായിരുന്നു ദിലീപിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ശക്തമാക്കിയത്. അത്തരമൊരു നീക്കം ഇപ്പോഴും ഉണ്ടാകാനുള്ള നീക്കം നിയമവിദഗ്ധർ തള്ളിക്കളയുന്നില്ല. പുതിയ വെളിപ്പെടുത്തലിന്റെ കാര്യത്തിൽ വിചാരണയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വിചാരണ കോടതിക്ക് സാധിക്കില്ല. എന്നാൽ മേൽക്കോടതിയോ അന്വേഷണ സംഘമോ ഇടപെട്ടാൽ ഒരുപക്ഷെ വിചാരണ നിർത്തിവെച്ച് മേൽക്കോടതി പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നിലവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ഏപ്രിൽ 11 പൂർത്തിയാക്കണമെന്നാണ് വിചാരണ കോടതിയുടെ നിർദ്ദേശം. ഇനിയും കാലതാമസം അനുവദിക്കില്ലെന്നും മധ്യവേനൽ അവധിക്ക് മുൻപ് വിചാരണ പൂർത്തിയാക്കണമെന്നും ഇരു കക്ഷികളോടും കോടതി വ്യക്തമാക്കി. 2017 ഓടുന്ന കാറിൽ വെച്ചാണ് നടി ക്രൂരമായ ആക്രമണത്തിന് വിധേയമായത്. 2018 മാർച്ചിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദ മഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.